നമുക്കറിയാം ട്രംപുമായിട്ട് ഇന്ത്യക്കുള്ള തീരുവയിൽ ട്രംപ് ചുമത്തുന്ന അല്ലെങ്കിൽ ട്രംപ് അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തുന്ന തീരുവയുടെ കഥകൾ നമുക്കറിയാം. അതേസമയത്ത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെ ഇതുവരെയുള്ള എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ കരാറ് പ്രാബല്യത്തിലാകുന്നതോടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തീരുവയിൽ വലിയ തരത്തിലുള്ള ഇളവുകളാണ് ഇന്ത്യക്ക് ലഭിക്കുക. ഇതിൻ്റെ ഒരു ഗുണം കേരളത്തിനടക്കം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ വ്യാപാര കരാർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കുക എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അജിംസ്, എങ്ങനെയാണ് ഈ കരാറിനെ കാണുന്നത്? ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഏകദേശം 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഇത്തരം ഒരു കരാറിലേക്ക് ഇന്ത്യ എത്തുന്നത്. എങ്ങനെയാണ് ഈ ലോക വ്യാപാര കരാറുകളോട് ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു സമീപനം ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. പ്രൊട്ടക്ഷനിസ്റ്റ് നമ്മുടെ ഫാമേഴ്സിനെ, നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലായ കർഷകരെ സംരക്ഷിക്കുക, നമ്മുടെ കർഷകരുടെ വിപണി സംരക്ഷിക്കുക, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ കാർഷികോൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള ലോകത്തൊരു രാജ്യം ചുമത്താത്ത അത്ര ഉയർന്ന തീരുവ ചുമത്തിയാണ് നമ്മൾ ആ കർഷകരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ കർഷകരെ ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കരുത്, ഇതാണ് ആ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസിയാൻ കരാർ ഒപ്പിട്ടതോടുകൂടി റബ്ബർ മറ്റോ കടന്നു വരുന്നു, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പൊതുവേ നമ്മുടെ ഒരു സമീപനം അതാണ്. അപ്പോൾ ഈ സമീപനങ്ങളോടൊപ്പം തന്നെ ഇന്ത്യയോട് ഒരുതരം ഹോസ്റ്റൈലായിട്ടുള്ള സമീപനം പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിക്കും. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നു. അവർ നിരന്തരം നമ്മളോട് സമ്മർദ്ദം ചെലുത്തി ഇതിൽ ഇളവ് വരുത്തണം, തീരുവയിൽ ഇളവ് വരുത്തണം എന്നുള്ള നിരന്തര സമ്മർദ്ദം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ട്രംപ് കൊമ്പ് കോർക്കുന്നു, അവർക്ക് തീരുവ അടിച്ചേൽപ്പിക്കുന്നു. ആ തീരുവ അടിച്ചേൽപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു വിൻ വിൻ എന്ന് പറയാവുന്ന ഒരു ഡീലിലേക്ക് ഇന്ത്യയും ഇയുവും എത്തുകയാണ്. വിൻ വിൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയം തന്നെ ഇന്ത്യക്കും ഗുണകരമാണ്, യൂറോപ്യൻ യൂണിയനും ഗുണകരമാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തീരുവ കുറയ്ക്കും, ഈ ഡീൽ പ്രകാരം തീരുവ കുറയ്ക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയൻ തീരുവ കുറയ്ക്കുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ അമേരിക്കയിലേക്കുള്ള പ്രൊഫഷണൽസിൻ്റെ വിസ അതിനുള്ള നിയന്ത്രണം നിലനിൽക്കുകയാണ്. അവിടെ യൂറോപ്യൻ യൂണിയൻ അത്തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സിൻ്റെ സർവീസ് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ കൂടുതൽ തൊഴിൽ സാധ്യത യൂറോപ്പിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് രണ്ടും വളരെ ഗുണകരമാണ്. ഒരേ സമയം തന്നെ ഇന്ത്യൻ കാർഷികോൽപ്പന്നങ്ങൾ, അതേസമയം തന്നെ യൂറോപ്യൻ യൂണിയനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയിരുന്ന വലിയ നികുതി, ആ നികുതിയുടെ സ്ലാബ് താഴ്ത്തുന്നു എന്നുള്ളതാണ്. നികുതിയല്ല തീരുവ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡീലിനെ പറ്റി ഈ ഡീൽ ആർക്കെങ്കിലും മോശകരമാണോ, അതായത് യൂറോപ്യൻ യൂണിയനോ ഇന്ത്യക്കോ മോശമാണോ എന്ന് ഏതെങ്കിലും എക്സ്പെർട്ടുകൾ പറയുന്നില്ല. എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായതിൻ്റെ പ്രതികരണം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? ഈ ഡീൽ അടിപൊളിയാണ്, ഇത് ഇന്ത്യക്ക് ഗുണകരമാണെന്ന് ഒരു വിഭാഗം പറയുന്നു. മറുവിഭാഗം പറയുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരു ഡീലിൽ EU ഏർപ്പെടാൻ പാടില്ലായിരുന്നു, കാരണം റഷ്യൻ്റെ ഓയിൽ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അല്ലാതെ ഡീല് മോശമാണെന്നോ ഈ ഡീലിൽ യൂറോപ്യൻ യൂണിയനോ ഇന്ത്യക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ എന്നുള്ളതല്ല പറയുന്നത്. ഇവർ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ഈ ഡീൽ പാടില്ലായിരുന്നു, ഇതാണ് ആകെയുള്ളൊരു ന്യായം, രാഷ്ട്രീയ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വിൻ വിൻ ആണ്, രണ്ടു കൂട്ടർക്കും ഗുണകരമാവുന്ന ഒരു കാര്യമാണെന്ന്. പക്ഷേ ഇതിലൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ ഡീൽ യാഥാർത്ഥ്യമാകുമെന്നുള്ളതിൻ്റെ ആശങ്ക, ഇനിയിപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റ് ഇത് വെറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ ഓരോ രാജ്യങ്ങളിലെയും പാർലമെൻറ്റുകൾ ഇതിന് പാസ്സാക്കണം, എന്നാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ, അത് യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയെക്കുറിച്ചും മാത്രമല്ല, അവർ ഏത് വ്യാപാര കരാറിൽ ഏർപ്പെട്ടാലും ആ കൺസേൺ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, ഫോസിൽ ഫ്യൂലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫോസിൽ ഫ്യൂലുമായും എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നവും അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് അവർ പരിശോധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ്. ഫോസിൽ ഫ്യൂലിൽ നിന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. മെല്ലെയാണെങ്കിലും മാറാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമാവണമെന്നില്ല പൊതുവെ. രണ്ടാമത്തെ കാര്യമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്ന രാജ്യത്തിൻ്റെ മനുഷ്യാവകാശ ഇൻഡെക്സ് എന്താണ് എന്നവർ പരിശോധിക്കും. അതുകൂടി പരിശോധിച്ചാൽ മാത്രമേ ഈ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ഇത് ആ കരാറിനെ പാസ്സാക്കിയെടുക്കുക. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മനുഷ്യാവകാശ രംഗത്ത് അത്ര ഉജ്ജ്വലമായ സമീപനം സ്വീകരിക്കുന്ന രാജ്യങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബംഗ്ലാദേശ് എടുക്കുക. ബംഗ്ലാദേശ്
ഇന്ത്യയേക്കാൾ കൂടുതൽ തുണി ഉൽപ്പന്നങ്ങൾ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് യൂറോപ്പിലേക്ക്. അപ്പോൾ ബംഗ്ലാദേശിനേക്കാൾ അതിൽ മ്യാൻമറിനെ യൂറോപ്യൻ യൂണിയൻ പ്രിഫർ ചെയ്ത് തുടങ്ങി. മ്യാൻമർ, കംബോഡിയ, അങ്ങനെയുള്ള വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാമിനെ പ്രിഫർ ചെയ്യാൻ തുടങ്ങേണ്ട കാരണം എന്താണ്? ബംഗ്ലാദേശിൽ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ഓപ്പറേഷൻ, ജനങ്ങളെ അടിച്ചമർന്ന രീതി വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ ഡീലിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണ്. അതേ പ്രശ്നം തന്നെ ഇന്ത്യക്കും നേരിടേണ്ടി വരും. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്യൂസ്, അത് യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേണാണ്. അപ്പോൾ അത്തരം കൺസേണുകൾ വെച്ചുകൊണ്ട് ഓരോ അംഗരാജ്യങ്ങൾ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വൈകാനോ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഈ ഡീൽ നടപ്പാക്കാൻ വേണ്ടി ആഭ്യന്തരമായ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നയം നന്നാക്കി കളയാമെന്നെങ്ങാനും മോദി തീരുമാനിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണ്. ഈ ഡീൽ നടക്കണം എന്നുള്ളൊരു വാശിയിൽ എന്നാൽ ഇനി ഇവിടെ കുറച്ച് അലമ്പൊക്കെ നിർത്തിക്കളയാം, പശുവിൻ്റെ പേരിൽ ആളുടെ തല്ലിക്കൊല്ലുകയും ബുൾഡോസർ വെച്ച ആളുടെ വീടില്ലാതാക്കുകയും ചെയ്യേണ്ട, കുറച്ച് നാളത്തേക്ക് ഈ ഡീൽ നടക്കട്ടെ എന്നെങ്ങാനും മോദി തീരുമാനിച്ചാൽ അത് രാജ്യത്തിന് ഗുണകരമാണ്. അത് സാറേ, ഈ വ്യാപാര കരാർ സാധാരണ വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള അതിനെതിരെയുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. ഇന്ന് പൊതുവായിട്ട് എല്ലാ മാധ്യമങ്ങളിലും ഇതിന് സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്ത് നിന്നാണ് വ്യാപാര കരാർ എല്ലാവരും കർഷകരുടെ ആശങ്കകൾ അത്രയൊക്കെ വെച്ചിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കരാറിനെ അത്തരത്തിലൊരു വിമർശനങ്ങളൊന്നും ഇതുവരെ ഉയർന്ന് കണ്ടിട്ടില്ല. അല്ല, ശക്തമായ വിമർശനം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അവരുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാർക്കും കർഷകർക്കും വൻ തിരിച്ചടിയാണ്. ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായത്തെ തകർക്കും. ഇത് സമ്പന്നർക്കും മറ്റേ ലക്ഷറി കാർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഗുണം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് CPIMൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. പിന്നെ പ്രസ്താവനയിലെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഇസ്രായേൽ പാട്ടാണ്. കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കൊറിഡോർ, എക്കണോമിക് കൊറിഡോറിലൂടെയാണ് ഈ ഡീല് വന്നു കഴിഞ്ഞാൽ ഇതിൽ ബിസിനസ് നടക്കുക. അപ്പോൾ അത് ഹൈഫ പോർട്ട് ഇസ്രായേൽ വഴിയാണ്. അപ്പോൾ ആ നിലക്കുള്ളൊരു പൊളിറ്റിക്കൽ ഇതുകൂടെ ഒബ്ജക്ഷൻ കൂടെ CPIM ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സുകേഷ് പറഞ്ഞാൽ വലിയ തോതിലുള്ള എതിർപ്പ് വന്നിട്ടില്ല. CPIMൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് എതിർപ്പ് വന്നിട്ടുള്ളത്. CPIM എതിർക്കുന്നതെന്ന് വെച്ചാൽ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവെ ഈ ലൈസൻസ് രാജ്, ഈ പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച്, എക്കണോമിയിൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിൻ്റെ കാലം കഴിഞ്ഞു, അത് നിലനിൽക്കുന്നു തോന്നുന്നില്ല. ഇത് വളരെ, ഞാൻ പറയുന്നത് ഒരു ചരിത്ര സംഭവമാണ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ കരാറായിട്ടില്ല കേട്ടോ, അതിൻ്റെ ഫൈനൽ ഇത് വന്നിട്ടേ ഉള്ളൂ. അത് കരാറാവുകയാണെങ്കിൽ അതൊരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്, മദർ ഓഫ് ഓൾ ഡീൽസ് ഇത് നിശ്ചയമായിട്ടും പറയാവുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ വേൾഡ് എക്കണോമിയുടെ ഒരു GDPയുടെ 25% ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് വരുന്നത്. വേൾഡ് GDPയുടെ 25% വരുന്ന ഒരു അത് മേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കിടയിൽ ഫ്രീ ട്രേഡ് നടക്കുമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇനി വേൾഡ് പോപ്പുലേഷൻ്റെ 30% ആണ് വരുന്നത്. ലോകത്ത് 30% ഓഫ് പോപ്പുലേഷൻ, 2 ബില്യൺ മനുഷ്യർ, അവർ ഒരു മാർക്കറ്റായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ അതെന്തൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എത്ര പ്രൊഡക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഈ ഇഫ് ദ തിങ് ഇസ് ഡൺ, അത് അപ്പോൾ അതിൻ്റെ ഫൈനൽ രൂപമായി. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് ഇപ്പം സാധ്യമായെന്ന് ചോദിച്ചാൽ ഇത് 2007 മുതൽ തുടങ്ങിയൊരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള FTA, ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 2007 മൻമോഹൻ സിംഗ്, അത് എങ്ങനെ അവിടെ കാണും, മൻമോഹൻ സിംഗിൻ്റെ ഒരു ദൃഷ്ടി അതിനകത്തുണ്ട്. അന്ന് തുടങ്ങിയ ചർച്ചകളാണ്. അത് 2013 വരെ ആ ചർച്ചകൾ തുടർന്നു. പല കാര്യങ്ങളിൽ അത് തട്ടി നിന്നു. അതങ്ങനെ തട്ടി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ചിൻ്റെ കാര്യത്തിൽ ഇന്നത്തേക്കാൾ കുറച്ചും കൂടി കൺസർവേറ്റീവാണ് ഇന്ത്യ ആസ് എ ഹോൾ. പിന്നെ ആ ഭരണ സംവിധാനം UP എന്ന് പറയുമ്പോൾ ഒന്നാം UP എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള, അവരുടെ പിന്തുണയിൽ നിൽക്കുന്ന സർക്കാരായിരുന്നു. പക്ഷേ പണ്ടുള്ളതുപോലെയുള്ള ഈ പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് ഇപ്പോൾ നമുക്കില്ല. അതുകൊണ്ട് പക്ഷേ 2013 മുതൽ 2021 വരെ ഇത് ഈ ഡിസ്കഷൻ തന്നെ സ്റ്റാൾ ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അത് അഗൈൻ റീഓപ്പൺ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു ഗതിവേഗം വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസമാണത്. അന്ന് അമേരിക്ക ഇന്ത്യക്ക് ഈ ടാരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യ അതിൽ വലിയ തോതിൽ പ്രയാസപ്പെടുന്നുണ്ട്. പിന്നെ എന്നല്ല, മോഡിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന സ്വഭാവത്തിൽ ട്രംപ് സംസാരിക്കുന്നു. പക്ഷെ മോഡി അതിനോടൊന്നും പ്രത്യക്ഷത്തിൽ മറുപടി പറയുന്നുമില്ല. മോഡിയെ അവഹേളിക്കുക മാത്രം ഇന്ത്യയെ തന്നെ അവഹേളിക്കലാണ് ഒരർത്ഥത്തിൽ അത്. കാരണം ഞാൻ അങ്ങ് തീരുമാനിക്കും, നിങ്ങൾ എവിടെ നിന്ന് എണ്ണ മേടിക്കേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നുള്ള ആ ഒരു അമേരിക്ക സാധാരണ ഈ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെ. പക്ഷേ
ഇന്ത്യ അതിൽ പ്രയാസപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ഗ്രീൻലാൻഡ് ഇഷ്യൂ വരുന്നത്. ഗ്രീൻലാൻഡ് ഇഷ്യൂ വന്നപ്പോൾ ഗ്രീൻലാൻഡ് എന്താണ്, ഗ്രീൻലാൻഡ് എനിക്ക് തരണം, ഞാനിങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ടാരിഫ് ഏർപ്പെടുത്തുന്നുള്ളതായിരുന്നു പുള്ളിയുടെ, ട്രംപിൻ്റെ ഇത്. അപ്പോൾ യൂറോപ്പും ഇത് മനസ്സിലാക്കുകയാണ്. അതാണ് അതിലൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈ ചങ്ങായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഈ ചങ്ങായിൻ്റെ ഇമ്പൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇങ്ങേരുടെ തോന്നലുകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഇങ്ങേരുടെ ഈഗോ ആണ് ലോകത്ത് വേൾഡ് ഓർഡറിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ മെച്യൂരിറ്റിയുള്ള ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിളായുള്ളൊരു പാർട്ട്ണർ ഈ എക്കണോമിയിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് വലിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കുക. അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ദിവസം ട്രംപ് വന്നിട്ട് ദാണ്ടെ ഞാൻ ഇത്ര ടാരിഫ് അടിക്കാൻ പോകുകയാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ മതി. ടാരിഫ് അടിക്കണമെന്നില്ല. അത് തന്നെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇളക്കങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എക്കണോമിയിൽ. അപ്പോൾ ആ സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ്. ഈ ചങ്ങായിമാരായിട്ട് ഇടപാട് നടക്കില്ല, അല്ലെങ്കിൽ ഇടപാടുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് യൂറോപ്പും തിരിച്ചറിയുകയാണ്. അപ്പോൾ അതാണ് മനസ്സിലായി. ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഒരു വേൾഡ് ട്രേഡിൻ്റെ, വേൾഡ് എക്കണോമിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുകയാണെന്നാണ് ഞാൻ പറയാം. കാരണം അറ്റ്ലാന്റിക് കേന്ദ്രീകരിച്ച് അറ്റ്ലാന്റിക്കാണ് ഇതിൻ്റെ കേന്ദ്രമായിരുന്നത്, വേൾഡ് ട്രേഡിൻ്റെ കേന്ദ്രമായിരുന്നെങ്കിൽ അത് ഇൻഡോ പാസഫിക് ആകാൻ പോവുകയാണ്. അത് എന്താണ് ഈസ്റ്റ് ഷിഫ്റ്റ് എന്ന് നിശ്ചയമായിട്ടും പറയാം. അതുകൊണ്ടിത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നരേന്ദ്രമോദി അതിനെക്കുറിച്ച് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞാൻ പറയാം. ഈ കരാർ ഒപ്പിടെ 27 യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ്, 27 അംഗരാജ്യങ്ങളുടെയും പാർലമെൻറ്റ് ഇത് വെറ്റ് ചെയ്യുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാൻ നിശ്ചയമായിട്ടും മദർ ഓഫ് ഓൾ ഡീൽസിൽ നിന്ന് അതിന് പറയാൻ പറ്റും. പിന്നെ അതുണ്ടാക്കുന്ന അതിൻ്റെ മറ്റു ഫലങ്ങൾ, ഓഫ് കോഴ്സ് ഏത് ട്രേഡ് അഗ്രിമെൻറ്റിലും ഇവിടെ കുറേ നഷ്ടങ്ങളുണ്ടാവും, അവിടെ കുറേ നഷ്ടങ്ങളുണ്ടാവും. നമ്മളുടെ ചില പ്രോഡക്റ്റ്, ഇപ്പം CPM-ൻ്റെ പ്രസ്താവനയിൽ പറയുന്ന നമ്മുടെ പല പരമ്പരാഗത വ്യവസായങ്ങളെയും അത് ബാധിക്കും, അതിൽ സംശയമൊന്നുമില്ല. പാലം വന്നാൽ കടത്തുകാരനെ ബാധിക്കും, അതൊരു വസ്തുതയാണ്. പക്ഷേ അതേസമയം ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രിക്ക്, ഒരുപാട് മേഖലകൾക്ക് അത് വലിയ ഉണർവുണ്ടാകും, വലിയ തോതിലുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കും. ഇപ്പോൾ അവിടെ നിന്നുള്ള കാറ് 110% തീരുവ ഉണ്ടായിരുന്ന ലക്ഷറി കാറുകൾക്ക് ഇവിടെ 10%, ഇപ്പോൾ ഇത് പ്രകാരം 10% കുറയ്ക്കുകയാണ്. ഓഫ് കോഴ്സ് ഇവിടെയുള്ള സമ്പന്നരെ സംബന്ധിച്ച് ആശ്വാസമാണ്. ലക്ഷറി കാറുകൾ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഗുണമാണ്. പക്ഷേ നേരെ തിരിച്ചുകൊണ്ട് അങ്ങനെ അല്ലാത്ത ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ, പ്രത്യേകിച്ച് ഹൈ ക്വാളിറ്റി മെഡിക്കൽ എക്യുപ്മെൻറ്റുകൾ, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ, ഇതിന് തീരുവ കുറയുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഈ സാധാരണക്കാരായ ആളുകളെ, രോഗികളെ സഹായിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം ഈ മൊബിലിറ്റി ഓഫ് ടാലൻറ്റ് എന്നുള്ളതാണ്. അത് വളരെ വളരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു ജനതയാണ് നമ്മൾ. ടാലൻറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സുള്ള ജനതയാണ്. അവരുടെ മൊബിലിറ്റി വർദ്ധിക്കുന്നു, അവരുടെ തൊഴിൽ സാധ്യതകൾ, അവരുടെ സ്കിൽസ്, അവരുടെ സർവീസ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, അതെനിക്ക് തോന്നുന്നത് ഇന്ത്യൻ യുവത്വത്തിന് വലിയൊരു വാതിൽ, ലോകത്തെ ഏറ്റവും സിംഗിൾ ബിഗസ്റ്റ് എക്കണോമി എന്ന് പറയാവുന്ന ഒന്നാണല്ലോ യൂറോപ്യൻ യൂണിയൻ എക്കണോമി എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളെ ടാലൻറ്റിൻ്റെ ഒരു വലിയ തോതിലുള്ള ചലനം, മൊബിലിറ്റി ഉണ്ടാകുന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു നേട്ടമാണ്, ഒരു ചുവടുവെപ്പാണ്. അതുകൊണ്ട് മോഡിക്കും കേന്ദ്ര സർക്കാരിനും അഭിമാനിക്കാവുന്ന സന്ദർഭമാണ് ഈ ഡീല് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണെങ്കിൽ. പിന്നെ മോഡിക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും ഏറ്റവും വലിയ ചലഞ്ചായി വരുന്ന ഈ എലമെൻറ്റ്, നേരത്തെ അജിംസ് അതിൽ ഹ്യൂമൻ റൈറ്റ്സ് ആസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും. അതിലൊന്ന് കാർബൺ ടാക്സിങ്. ഇപ്പം ഈ തീരുവ കുറച്ച നടപടി പലപ്പോഴും അതിനെയും മറികടക്കുന്ന സ്വഭാവത്തിലുള്ള കാർബൺ ടാക്സിങ് വന്നേക്കുമെന്ന് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. കാരണം ഈ നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിൽ വരുന്ന കാർബൺ എമിഷൻ്റെ അളവ് എത്രയാണ്, അതിനെക്കുറിച്ചുള്ള അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിനോട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ അതിന് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയുള്ള ഒരു റെസ്ട്രിക്ഷനാണ് ഈ കാർബൺ ടാക്സ് എന്ന് പറയുന്നത്. കാരണം കാർബൺ എമിഷൻ വരുന്നതിനനുസരിച്ചുള്ള അതിൻ്റെ കോമ്പൻസേറ്ററി മെഷേഴ്സിന് ആവശ്യമായിട്ടുള്ള തുക അതിന് അവിടെ വകയിരുത്തണം എന്നുള്ളതാണ്. പിന്നെ ഡീഫോറസ്റ്റേഷൻ ഇൻഡെക്സ് ഉണ്ട്, അതും വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ പറയുന്ന മാനുഫാക്ചറിങ്ങിൽ നമ്മുടെ ഇൻഡസ്ട്രി അത് ഈ ഡീഫോറസ്റ്റേഷന് എന്തായാലും പറയാം, വനനശീകരണത്തെ സഹായിക്കുന്ന എലമെൻറ്റുകളുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ വരുന്നത് ഈ സ്ട്രിക്റ്റർ പ്രോട്ടോക്കോൾസ്, മറ്റ് ക്വാളിറ്റി പ്രോട്ടോക്കോൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡീഫോറസ്റ്റേഷൻ ഇതാകട്ടെ, അല്ലെങ്കിൽ കാർബൺ ടാക്സിങ് ആവട്ടെ, പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാവട്ടെ,
അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ, നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ അതിന് ഗുണകരമായി മാറ്റുകയുള്ളൂ. ഓഫ് കോഴ്സ് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, അതിന് നമ്മൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും സംഗതികളൊക്കെ കൂടും. പക്ഷേ ആസ് എ ഹോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുകയാണ്, ഗുണകരമായിട്ട് അതിനെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുക. ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സ് കൂടെ പരിശോധിക്കുമ്പോൾ നമ്മുടെ പോളിറ്റിയും അത് ഗുണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും ആസ് എ സൊസൈറ്റി, ആസ് എ പോളിറ്റി, ആസ് എൻ എക്കണോമി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു സാധ്യത തുറന്നു വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ 2013 മുതൽ 2023 വരെ നിലച്ചുപോയ അത് വളരെ പെട്ടെന്ന് അതിന് ഗതിവേഗം വരികയും അത് യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളത്, അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ട്രംപ് അണ്ണനോടാണ്. അതിൻ്റെ ക്രെഡിറ്റും പുള്ളി എടുക്കും.